ഏശയ്യ 64 അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ, ആകാശം പിളർന്നിറങ്ങി വരണമേ. അങ്ങയുടെ സാന്നിധ്യത്തിൽ പർവ്വതങ്ങൾ വിറകൊള്ളട്ടെ. അഗ്നിയാൽ വിറകെരിയുകയും വെള്ളം തിളക്കുകയും ചെയ്യുന്നതുപോലെ അങ്ങയുടെ സാന്നിധ്യത്താൽ ജനതകൾ ഞെട്ടിവിറയ്ക്കട്ടെ. ശത്രുക്കൾ അങ്ങയുടെ നാമം അറിയട്ടെ. അവിടുന്ന് ഇറങ്ങി വന്ന് ഞങ്ങൾ വിചാരിക്കാത്ത ഭയാനക കാര്യങ്ങൾ ചെയ്തപ്പോൾ അവിടുത്തെ മുമ്പിൽ പർവ്വതങ്ങൾ പ്രകമ്പനം കൊണ്ടു. തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന അവിടുത്തെ അല്ലാതെ ആരും മറ്റൊരു ദൈവത്തെപ്പറ്റി കേൾക്കുകയോ മറ്റൊരു ദൈവത്തെ കാണുകയോ ചെയ്തിട്ടില്ല. അങ്ങയുടെ പാതയിൽ അങ്ങയെ സ്മരിച്ചുകൊണ്ട് സന്തോഷത്തോടെ നീതി പ്രവർത്തിക്കുന്നതുവരെ അങ്ങ് സ്വീകരിക്കുന്നു. അങ്ങ് കോപിച്ചു, കാരണം ഞങ്ങൾ പാപം ചെയ്തു. വളരെ കാലം ഞങ്ങൾ തിന്മയിൽ വ്യാപരിച്ചു. ഞങ്ങൾക്ക് രക്ഷ കിട്ടുമോ? ഞങ്ങൾ അശുദ്ധനെ പോലെയും ഞങ്ങളുടെ സത്പ്രവർത്തികൾ മലിന വസ്ത്രം പോലെയും ആണ്. ഇല പോലെ ഞങ്ങൾ കൊഴിയുന്നു. കാറ്റുന്ന പോലെ ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളെ പറപ്പിച്ചു കളയുന്നു. അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുകയും അങ്ങയെ മുറുകെ പിടിക്കാൻ ഉത്സാഹിക്കുകയും ചെയ്യുന്നവൻ ആരുമില്ല. അങ്ങ് ഞങ്ങളിൽ നിന്ന് മുഖം മറച്ചിരിക്കുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങളുടെ പിടിയിലേക്ക് അങ്ങ് ഞങ്ങളെ വിട്ടുകളഞ്ഞിരിക്കുന്നു. എന്നാലും കർത്താവെ, അങ്ങ് ഞങ്ങളുടെ പിതാവാണ്. ഞങ്ങൾ കളിമണ്ണും അങ്ങ് കുശവനുമാണ്. ഞങ്ങൾ അങ്ങയുടെ കരവേലയാണ്. കർത്താവെ, അങ്ങ് അത്യധികം കോപിക്കരുതേ. ഞങ്ങളുടെ തിന്മകൾ എന്നേക്കും ഓർക്കരുതേ. ഞങ്ങൾ അങ്ങയുടെ ജനമാണെന്ന് സ്മരിക്കണമേ. അങ്ങയുടെ വിശുദ്ധ നഗരങ്ങൾ വിജനമായിരിക്കുന്നു. സിയോൻ മരുഭൂമിയും ജെറുസലേം ശൂന്യവുമായിരിക്കുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ അങ്ങയെ സ്തുതിച്ചിരിക്കുന്ന ഞങ്ങളുടെ വിശുദ്ധവും മനോഹരവുമായ ആലയം അഗ്നിക്കിരയാക്കിയിരിക്കുന്നു. ഞങ്ങളുടെ രമ്യസ്ഥലങ്ങൾ നാശകൊമ്പാരമായിരിക്കുന്നു. കർത്താവെ, ഇവയെല്ലാം കണ്ടിട്ടും അങ്ങ് അടങ്ങിയിരിക്കുമോ? നിശബ്ദത പാലിച്ചുകൊണ്ട് അങ്ങ് ഇനിയും ഞങ്ങളെ ദാരുണമായി പീഡിപ്പിക്കുമോ? ഏശയ്യ 65 അധ്യായം 1 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. എന്നോട് ആരായാത്തവർക്ക് ഉത്തരം നൽകാനും എന്നെ തേടാത്തവർക്ക് ദർശനം അരുളാനും ഞാൻ തയ്യാറായിരിക്കുന്നു. എൻ്റെ നാമം വിളിച്ചപേക്ഷിക്കാത്ത ജനതയോട് ഇതാ ഞാനെന്ന് പറഞ്ഞു. സ്വന്തം ആലോചനകളെ പിന്തുടർന്ന് വഴിതെറ്റി നടക്കുന്ന കലഹപ്രിയരായ ഒരു ജനത്തിന് നേരെ ദിവസം മുഴുവൻ ഞാൻ എൻ്റെ കൈകൾ വിരിച്ചു പിടിച്ചു. ഉദ്യാനങ്ങളിൽ ബലി അർപ്പിക്കുകയും ഇഷ്ടികകളിന്മേൽ ധൂപാർപ്പണം നടത്തുകയും ചെയ്തുകൊണ്ട് എൻ്റെ മുഖത്ത് നോക്കി എപ്പോഴും എന്നെ പ്രകോപിക്കുന്ന ഒരു ജനത്തിന് നേരെ തന്നെ. അവർ ശവകുടീരങ്ങളിലിരിക്കുന്നു, രഹസ്യസ്ഥലങ്ങളിൽ രാത്രി ചെലവഴിക്കുന്നു, പന്നി ഇറച്ചി ഭക്ഷിക്കുന്നു, നിന്ദ്യമായവയുടെ സത്ത് പാനം ചെയ്യുന്നു. അവിടെ തന്നെ നിൽക്കുക, എൻ്റെ അടുക്കൽ വരരുത്. ഞാൻ വിശുദ്ധനാണ് എന്നവർ പറയുന്നു. അവർ എൻ്റെ നാസികയിൽ പുകയാണ്, ദിവസം മുഴുവൻ എരിയുന്ന തീയാണ്. ഇതാ എല്ലാറ്റിൻ്റെയും രേഖ എൻ്റെ മുൻപിലുണ്ട്. ഞാൻ നിശബ്ദനായിരിക്കുകയില്ല, പ്രതികാരം ചെയ്യും. അവരുടെയും അവരുടെ പിതാക്കന്മാരുടെയും തിന്മകൾക്ക് അവരുടെ മടിയിലേക്ക് തന്നെ ഞാൻ പ്രതികാരം ചൊരിയും. കർത്താവ് അരുളി ചെയ്യുന്നു. അവർ മലകളിൽ ധൂപം അർപ്പിക്കുകയും കുന്നുകളിൽ എന്നെ നിന്ദിക്കുകയും ചെയ്തു. അവരുടെ പഴയ പ്രവൃത്തികൾക്കുള്ള ശിക്ഷ അവരുടെ മടിയിൽ തന്നെ ഞാൻ അളന്നു നൽകും. കർത്താവ് അരുളി ചെയ്യുന്നു. മുന്തിരിക്കൊലയിൽ വീഞ്ഞു കാണുമ്പോൾ അത് നശിപ്പിക്കരുത്. അതിലൊരു വരം ഉണ്ടെന്ന് പറയുന്നത് പോലെ എൻ്റെ ദാസർക്ക് വേണ്ടി ഞാനും പ്രവർത്തിക്കും. അവരെ എല്ലാവരെയും ഞാൻ നശിപ്പിക്കുകയില്ല. യാക്കോബിൽ നിന്ന് സന്തതികളെയും യൂദയിൽ നിന്ന് എൻ്റെ മലകളുടെ അവകാശികളെയും ഞാൻ പുറപ്പെടുവിക്കും. എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ അത് കൈവശപ്പെടുത്തും. എൻ്റെ ദാസർ അവിടെ വസിക്കും. എന്നെ അന്വേഷിച്ച എൻ്റെ ജനത്തിൻ്റെ ആട്ടിൻപറ്റങ്ങൾക്ക് ശരോൺ മേച്ചിൽ പുറവും കന്നുകാലികൾക്ക് ആഘോർ താഴ്വരയും വിശ്രമ കേന്ദ്രങ്ങളുമായിരിക്കും. എന്നാൽ നിങ്ങൾ കർത്താവിനെ ഉപേക്ഷിക്കുകയും എൻ്റെ വിശുദ്ധഗിരിയെ മറക്കുകയും ഭാഗ്യദേവന് പീഠമൊരുക്കുകയും വിധിയുടെ ദേവന് വീഞ്ഞു കലർത്തി പാനവ നിറയ്ക്കുകയും ചെയ്യുന്നു. ഞാൻ നിങ്ങളെ വാളിനെ ഏൽപ്പിക്കും. കൊലയ്ക്ക് തല കുനിച്ചു കൊടുക്കാൻ നിങ്ങൾക്കിടവരും. കാരണം ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾ വിളി കേട്ടില്ല, ഞാൻ സംസാരിച്ചപ്പോൾ നിങ്ങൾ ശ്രവിച്ചില്ല. എൻ്റെ ദൃഷ്ടിയിൽ തിന്മയായത് നിങ്ങൾ പ്രവർത്തിച്ചു, എനിക്ക് അനിഷ്ടമായത് നിങ്ങൾ തിരഞ്ഞെടുത്തു. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. എൻ്റെ ദാസർ ഭക്ഷിക്കും, നിങ്ങൾ വിശന്ന് പൊരിയും. എൻ്റെ ദാസർ പാനം ചെയ്യും, നിങ്ങൾ തൃഷ്ണരാകും. എൻ്റെ ദാസർ സന്തോഷുല്ലസിക്കും, നിങ്ങൾ നിന്ദനമേൽക്കും. എൻ്റെ ദാസർ ആനന്ദഗീതം ആലപിക്കും, നിങ്ങൾ ദുഃഖം കൊണ്ട് നിലവിളിക്കുകയും മനോവേദന കൊണ്ട് വിലപിക്കുകയും ചെയ്യും. ഞാൻ തിരഞ്ഞെടുത്തവർ നിങ്ങളുടെ നാമം ശപിക്കാൻ ഉപയോഗിക്കും. ദൈവമായ കർത്താവ് നിങ്ങളെ വധിക്കും.
തന്റെ ദാസർക്ക് അവിടുന്ന് മറ്റൊരു പേര് നൽകും. ഭൂമി അനുഗ്രഹം യാചിക്കുന്നവൻ വിശ്വസ്തനായ ദൈവത്തിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹിക്കും. ശബ്ദം ചെയ്യുന്നവൻ വിശ്വസ്തനായ ദൈവത്തിന്റെ നാമത്തിൽ അത് ചെയ്യും. മുൻകാല ക്ലേശങ്ങൾ ഞാൻ മറന്നിരിക്കുന്നു, അവ എൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. ഇതാ ഞാനൊരു പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു. പൂർവ്വകാര്യങ്ങൾ അനുസരിക്കുകയോ അവ മനസ്സിൽ വരികയോ ഇല്ല. ഞാൻ സൃഷ്ടിക്കുന്നവയിൽ നിങ്ങൾ നിത്യം സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുവിൻ. ജെറുസലേമിനെ ഒരു ആനന്ദമായും അവരുടെ ജനത്തെ ആഹ്ലാദമായും ഞാൻ സൃഷ്ടിക്കുന്നു. ജെറുസലേമിനെ കുറിച്ച് ഞാൻ ആനന്ദിക്കും, എൻ്റെ ജനത്തിൽ ഞാൻ സന്തോഷിക്കും. വിലാപസ്വരമോ കഠിനവേദനയുടെ നിലവിളിയോ ഇനി അവിടെ കേൾക്കുകയില്ല. ശിശുക്കളോ ആയുസ് തികയാത്ത വൃദ്ധരോ ഇനി അവിടെ മരിക്കുകയില്ല. 100-ാം വയസ്സിൽ മരിച്ചാൽ അത് ശിശുമരണമായി കണക്കാക്കും. 100 തികയുന്നതിന് മുമ്പുള്ള മരണം ശാപലക്ഷണമായി പരിഗണിക്കും. അവർ ഭവനങ്ങൾ പണിത് വാസമർപ്പിക്കും, മുന്തിരിത്തോട്ടങ്ങൾ വച്ചുപിടിച്ച് അവയുടെ ഫലം ഭക്ഷിക്കും. അവർ പണിയുന്ന ഭവനങ്ങളിൽ അന്യർ വസിക്കുകയില്ല, അവർ നടുന്നതിൻ്റെ ഫലം അപരൻ ഭുജിക്കുകയില്ല. എൻ്റെ ജനത്തിൻ്റെ ആയുസ് വൃക്ഷത്തിൻ്റെ ആയുസ് പോലെയായിരിക്കും. എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ ദീർഘകാലം തങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലം അനുഭവിക്കും. അവരുടെ അധ്വാനം വ്യഥ ആവുകയില്ല. അവർക്ക് ജനിക്കുന്ന ശിശുക്കൾ അത്യായത്തിനിരയാവുകയില്ല. അവർ കർത്താവിന് അനുഗ്രഹിക്കപ്പെട്ടവരുടെ സന്തതികളായിരിക്കും. അവരുടെ സന്തതികളുടെ അവരോടൊപ്പം അനുഗ്രഹീതരാകും. വിളിക്കും മുമ്പേ ഞാൻ അവർക്ക് ഉത്തരമരുളും, പ്രാർത്ഥിച്ചു തീരും മുമ്പേ ഞാൻ അത് കേൾക്കും. കർത്താവ് അവരോട് ചെയ്യുന്നു, ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് മേയും, സിംഹം കാളയെപ്പോലെ വൈക്കോൽ തിന്നും. പാമ്പിൻ്റെ ആഹാരം പൊടിയായിരിക്കും. എൻ്റെ വിശുദ്ധ ഗിരിയിൽ ഒരിടത്തും അവ ഉപദ്രവമോ നാശമോ ചെയ്യുകയില്ല.